ഹലോ ഫ്രണ്ട്സ്, ടെക്നോഫസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഇൻഫിനിക്സ് സ്മാർട്ട് 8 സ്മാർട്ട് ഫോണിനെ പറ്റിയാണ്. ആദ്യം തന്നെ ഈ ഫോണിൻ്റെ വില പറഞ്ഞു തുടങ്ങാം. 4GB റാം 64GB മെമ്മറിയും കൂടിയ ഫോണിന് 7499 രൂപയാണ് ഫ്ലിപ്കാർട്ട്. ഇത് ലോഞ്ചിങ് പ്രൈസ് ആണ്. 64GB മെമ്മറി നമുക്ക് 2TB വരെ എക്സ്പാൻഡ് ചെയ്യാനുള്ള സൗകര്യം ഈ ഫോണിലുണ്ട്. അതുകൊണ്ട് മെമ്മറിയെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. വില കുറവാണെങ്കിലും ഒരുപാട് ആകർഷണീയതയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആകർഷകമായ കാര്യം 50 MB ഡുവൽ ക്യാമറയാണ്. കോഡ് LED റിംഗ് ഫ്ലാഷിനോടൊപ്പം മനോഹരമായൊരു ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിൽ റെയർ സൈഡിൽ വരുന്നത്. സ്മാർട്ട് 8 വരുന്ന ഡിസ്പ്ലേ വരുന്നത് 90 Hz പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്. 6.6 ഇഞ്ച് HD+ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് വരുന്നത്. ഈ പഞ്ച് ഹോൾ ഡിസ്പ്ലേയിൽ മാജിക് റിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മിക്കവാറും എല്ലാ ഫോണിൽ തന്നെ കൊടുത്തിരിക്കുന്നതാണ് മാജിക് റിംഗ് ഓപ്ഷൻ. മാജിക് റിങ്ങിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഫേസ് അൺലോക്ക് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് കാൾ ചെയ്യാൻ കഴിയും, ചാർജിങ് അനിമേഷൻ അതിലൂടെ കാണാം, ചാർജ് കംപ്ലീഷൻ റിമൈൻഡർ അതിലൂടെ കാണിക്കും, ലോ ബാറ്ററി റിമൈൻഡർ കാണിക്കും. മാജിക് റിങ്ങിനെ പല രീതിയിൽ നമ്മളെ സഹായിക്കുന്ന രീതിയിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഈ ഫോണിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ പ്രീമിയം ലുക്കാണ്. വില കുറവാണെങ്കിലും സ്മാർട്ട് 8 പ്രീമിയം ഡിസൈനോടുകൂടി തന്നെ ടിമ്പർ ടെക്സ്ചറോട് കൂടിയാണ് ഈ ഫോൺ വരുന്നത്. മനോഹരമായ കയ്യിൽ ഒതുങ്ങുന്ന മനോഹരമായൊരു ഡിസൈനാണ് ഈ ഫോണിന് വരുന്നത്. മറ്റു വില കൂടിയ ഫോണുകളിലുള്ള പോലെ തന്നെ ഫിംഗർ പ്രിൻ്റ് സെൻസറും ഫേസ് അൺലോക്കും ഈ ഫോണിലും ഇൻഫിനിക്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫോൺ സെക്യൂരിറ്റി വളരെ നല്ലതാണ്. ഇനി എടുത്തു പറയേണ്ട വേറൊരു കാര്യം, 4GB റാമേ ഉള്ളെങ്കിലും 4GB എക്സ്ട്രാ വെർച്വൽ റാമും ഈ ഫോണിൽ ലഭ്യമാണ്. അങ്ങനെ 8GB റാമിൻ്റെ സൗകര്യം നമുക്ക് ലഭിക്കും. 64GB മെമ്മറി 2TB വരെ വർദ്ധിപ്പിക്കാനും ഇതിൽ സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്തായ പെർഫോമൻസ് ആണ് ഈ ഫോൺ നമുക്ക് തരുന്നത്. ഇനി ബാറ്ററി സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 5000 mAh നല്ല മികച്ച ബാറ്ററിയാണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ വില അനുസരിച്ച് തീർച്ചയായും മികച്ച ബാറ്ററി തന്നെയാണ് ഫോണിന് കൊടുത്തിരിക്കുന്നത്. അത് Type C ചാർജിങ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ചിപ്പ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലും ഒട്ടും കുറച്ചിട്ടില്ല. മികച്ച ചിപ്സെറ്റാണ് ഈ ഫോണിന് വന്നിരിക്കുന്നത്. സ്മാർട്ട് 8 കൊടുത്തിരിക്കുന്നത് ഒക്ടാ കോറിൻ്റെ പ്രൊസസ്സറാണ്. MediaTek Helio G36 മികച്ച പെർഫോമൻസ് തരുന്ന മികച്ച ചിപ്സെറ്റാണ് ഈ ഫോണിന് വരുന്നത്. ഇനി എടുത്തു പറയേണ്ട വേറൊരു കാര്യം, 50 MB മികച്ച റെയർ ക്യാമറയോടൊപ്പം തന്നെ 8 MB സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ 8 MB സെൽഫി ക്യാമറയ്ക്ക് ഫ്ലാഷോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച സെൽഫി എടുക്കുവാൻ ഈ ഫോൺ നമ്മളെ സഹായിക്കുന്നുണ്ട്. മികച്ച ഇമേജ് ക്വാളിറ്റിയോടുകൂടി നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കും. ഇനി എടുത്തു പറയേണ്ട വേറൊരു കാര്യം, ഇതൊരു 5G ഫോണല്ല, 4G ഫോണാണ്. 2 4G സിം ഇടുവാനുള്ള സൗകര്യത്തോടൊപ്പം തന്നെ മെമ്മറി കാർഡ് ഇടുവാനുള്ള സ്ലോട്ട് അടക്കം 3 ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് ഈ ഫോണിന് വരുന്നത്. അത് ഏറ്റവും വളരെയധികം നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. 2 സിം കാർഡും മെമ്മറി കാർഡും ഒരുമിച്ച് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമുള്ളത്, മികച്ച DTS പ്രോസസ്സിംഗ് സൗണ്ടാണ് ഈ ഫോണിന് വരുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച ഗെയിമിങ്ങിനും സ്ട്രീമിങ്ങിനും മ്യൂസിക് കേൾക്കുവാനും നല്ല സൗണ്ട് ക്വാളിറ്റിയോടുകൂടി നമുക്ക് ഈ ഫോൺ ഉപയോഗിച്ച് കേൾക്കുവാൻ സാധിക്കും. മറ്റ് ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 13 ഗോയിൽ ബേസ് ചെയ്തുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയ XOX 13 ഈ ഫോൺ വർക്ക് ചെയ്യുന്നത്. അതുകൂടാതെ ഒരുപാട് കൂളായ ഒരുപാട് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. DTS സ്പീക്കറുണ്ട്, iCare to AI ഗാലറി ഫെസിലിറ്റി ഉണ്ട്, OTG സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് എക്സ്ട്രാ ആയി നമുക്ക് ഈ ഫോണിൽ തന്നെ കിട്ടുന്നുണ്ട്. 2023 ഡിസംബറിൽ സ്മാർട്ട് 8 HD എന്ന് പറയുന്ന ഒരു മോഡൽ ഇറക്കിയിരുന്നു. അതിന് ഇത്രയും വിലയില്ലായിരുന്നു, ഇത്രയും സൗകര്യങ്ങളും ഇല്ലായിരുന്നു. എന്നാൽ ഇൻഫിനിക്സ്
ജനുവരിയിൽ ഇറക്കിയിരിക്കുന്ന സ്മാർട്ട് 8 ഫോണിൽ 13 MB ക്യാമറയ്ക്ക് പകരം 50 MB ക്യാമറയോടുകൂടി മികച്ച സൗകര്യങ്ങളോടുകൂടിയാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തായാലും 7500 രൂപയ്ക്ക് വാങ്ങിക്കാവുന്ന മികച്ച ഒരു 4G ഫോണാണ് ഇൻഫിനിക്സ് സ്മാർട്ട് 8. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായും അടുത്ത സ്മാർട്ട് ഫോൺ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.